ഷാലു മമ്മയും തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഈ ധ്യാനത്തിലൂടെ ഇവർക്ക് കർത്താവ് നൽകിയ സൗഖ്യം ഇവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. സൗഖ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയ സാക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രേക്ഷക ആനിയാണ് എന്നെ ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾ ടീച്ചിങ് പ്രൊഫഷനാണ് ഒരുമിച്ച് പഠിച്ചത്. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അറിയാം, ഒരു കുറേ പേരുടെ മുന്നിൽ നിന്ന് ക്ലാസ് എടുക്കണം, ഒരാളെ ഫേസ് ചെയ്യാനുള്ള എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇന്നേ വരെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പറയാനുള്ള, ചിരിച്ചുകൊണ്ട് പറയാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ആനിയോട് ചോദിച്ചാൽ അറിയാം, 2 വർഷത്തോളം ഞാൻ അവിടെ ആ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ടീച്ചിങ് പഠിപ്പിക്കാൻ വേണ്ടി ആ ഒരു മടി കാരണം എനിക്കെന്നും അസുഖമാണ്, പേടിച്ച്, അതായത് ഫേസ് ചെയ്യാനുള്ള പേടിയായിരുന്നു. എന്തെങ്കിലും ഒരു അനുഭവം വന്ന് പറയാൻ ടീച്ചർ നിർബന്ധിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരയും. അവൾക്കറിയാം ഞാൻ അവിടെ നിന്ന് കരയും. പക്ഷേ ഇന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി വന്ന് പറയാൻ, എൻ്റെ പേടി മാറി. എനിക്ക് പാസ്റ്റ് എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, ബ്രദർ ഉണ്ടായിരുന്നു. അപ്പം 4 പേരും 4 വഴിക്കായി. അപ്പോൾ എന്ത് ചെറിയൊരു വിഷമം വന്നാലും എനിക്ക് പെട്ടെന്ന് എൻ്റെ പാസ്റ്റ് ഓർമ്മ വരും. പാസ്റ്റ് ഓർമ്മ വന്ന് എനിക്ക് കരയാൻ തുടങ്ങും. എനിക്ക് ഇതുമായിട്ട് ഒട്ടും ബന്ധം കാണത്തില്ല, പക്ഷേ എനിക്ക് എൻ്റെ പപ്പയെ ഓർമ്മ വരും, അമ്മയെ ഓർമ്മ വരും, ബ്രദറിനെ ഓർമ്മ വരും. ഞാനങ്ങ് നിന്ന് കരയും. എനിക്ക് ഒന്നും ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ പോലെയൊക്കെ ആയിരുന്നു. അപ്പം ഫുൾ ചിരിയായി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ പൂർണ്ണമായിട്ട് എല്ലാവരും ഈ ഹാളിൽ എല്ലാവരെയും ഫേസ് ചെയ്യാൻ യാതൊരു പേടിയില്ല. ഇല്ല കൈയടിച്ചു നന്ദി പറഞ്ഞ് ആരുടെ സൗഖ്യത്തിലേക്ക് ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി. എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി, ഞാൻ എൻ്റെ അമ്മയുടെ പറയാം, എന്നെ ഹോസ്റ്റലിൽ എവിടെയും കൊണ്ട് നിർത്തിയാൽ മതി, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം, എനിക്ക് വീട്ടിൽ നിന്ന് ഈശോയെ കിട്ടത്തില്ല. ഇവിടെ വരാൻ ഒറ്റ കാരണമേ ഉള്ളൂ, എനിക്ക് സൗഖ്യം ലഭിക്കണമെന്നല്ല, എനിക്ക് ഈശോയെ ലഭിക്കണമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അതെനിക്ക് കിട്ടി. ഇനി എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതെനിക്ക് തീർത്ത് തന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്നതിന് ഇതുപോലെ സാക്ഷ്യം പറയും. കൈയടിച്ച് നന്ദി പറയാം. കർത്താവെല്ലാം അനുഗ്രഹിക്കും. ഇവിടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ മകളുടെ എല്ലാവിധ പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ അധികാര നാമത്തിൽ എന്നേക്കുമായിട്ട് ഇവിടെ വിട്ടുപോട്ടെ. ഇവിടെ കർത്താവിൻ്റെ സാക്ഷിയാട്ടെ. എവിടെയും കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള ആത്മധൈര്യവും ശക്തിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവെ അമ്മയെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിട്ടു. വലിയമ്മയുടെ കാര്യമുണ്ട്. വലിയമ്മയ്ക്ക് ഒട്ടും ചെവി കേൾക്കത്തില്ലായിരുന്നു. മൈക്കിൽ കൂടെ പറഞ്ഞാൽ കേൾക്കും, അല്ലാണ്ട് ഒട്ടും കേൾക്കത്തില്ലായിരുന്നു. ഇപ്പം നല്ല മാറ്റമുണ്ട്. എന്നെ ഒറ്റയ്ക്ക് വിടാൻ പേടിച്ചാണ് എൻ്റെ വലിയമ്മേനെ ഞാൻ കൂട്ടിയത്. പക്ഷെ ഇപ്പം വലിയമ്മയ്ക്കും സൗഖ്യമുണ്ട്. യേശുവേ സ്തുതി. 2 മാസത്തോളമായി എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പം പറഞ്ഞ് 2 ചെവിയും ബ്ലീഡിങ്ങാണ്, ഇനിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു. ആ സമയത്താണ് എൻ്റെ മകൾ ഇതേപോലെ വന്ന് പറഞ്ഞ്, വലിയ നമുക്കൊരു ധ്യാന കേന്ദ്രത്തിൽ പോകാം, അവിടെ പോയാൽ അവിടെ ഒരു ബ്രദറുണ്ട്, പ്രാർത്ഥിക്കും, നമുക്ക് സൗഖ്യമാകുമെന്ന്. പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല. ഒരുപാട് തടസ്സങ്ങളുണ്ടായി. കഴിഞ്ഞ മാസം ഞങ്ങൾ വരാൻ തീരുമാനിച്ച് നടന്നില്ല. വീണ്ടും എൻ്റെ മനസ്സ് പറഞ്ഞ് പോകാമെന്ന്. അങ്ങനെ പറഞ്ഞാണ് ഞങ്ങളിവിടെ വന്നത്. ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി സൗഖ്യമായി. അല്ലെങ്കിൽ പിറകുന്ന പിടിച്ചെന്ന് ശബ്ദം കേൾക്കില്ലായിരുന്നു, ഒത്തിരി ശബ്ദമില്ലായിരുന്നു. എനിക്ക് ഇത്രയും സൗഖ്യം തന്ന ഈശോയ്ക്ക് 1000 നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും അച്ഛനും 1000 നന്ദി പറയുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഫിലോമന നെയ്യാഡാമിനടുത്ത് പേരേക്കണം എന്ന സ്ഥലത്ത്. ഞങ്ങൾ വീട്ടിൽ മക്കൾ 2 പേരുണ്ട്.